സംസ്ഥാനത്തെ വൈദ്യുതി നിയന്ത്രണം പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. പവർക്കട്ട് ഇടത് സർക്കാർ വിളിച്ചു വരുത്തിയെന്ന് രമേശ് ചെന്നിത്തലയുടെ വിമർശനം. KSEBക്ക് അനാസ്ഥയെന്ന് രമേശ് ചെന്നിത്തല പറയുന്നുണ്ട്. മേഘ്ന മുരളി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മേഘ്ന, സർക്കാർ വിളിച്ചു വരുത്തിയ പവർക്കട്ടെന്നാണ് ചെന്നിത്തല പറയുന്നത്, അല്ലേ? തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് കാലത്തടക്കം ഇടത് സർക്കാരിന്റെ ഏറ്റവും വലിയ ഒരു പ്രചരണം എന്ന് പറയുന്നത് പവർ കട്ട് ഇല്ലാത്ത, ലോഡ് ഷെഡിംഗ് ഇല്ലാത്ത സംസ്ഥാനം എന്നുള്ളതായിരുന്നു. പക്ഷേ ആ ക്യാമ്പയിനാണ് ഇപ്പോൾ ഒരു വിമർശനം വരുന്നത്. 30 മിനിറ്റിൽ താഴെ പവർ കട്ട് പ്രാവർത്തികമാക്കാനാണ് ഇപ്പോൾ തീരുമാനം വന്നിരിക്കുകയും ചെയ്യുന്നത്. അതിനെതിരെയാണ് കോൺഗ്രസ് വലിയ വിമർശനവുമായി മുന്നോട്ട് വരുന്നത്. ഇത് സർക്കാർ വിളിച്ചു വരുത്തിയ പവർ കട്ട് എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. അതുപോലെ തന്നെ ഈ അത്യുഷ്ണത്തിൽ കേരള ജനത ഈ പവർ കട്ട് നേരിടുന്നത് വലിയൊരു വിപത്തിലേക്ക് നയിക്കും. അതുപോലെ തന്നെ പവർ കട്ട് സർക്കാർ അനാസ്ഥ മൂലം വിളിച്ചു വരുത്തിയതാണ് എന്നുള്ളതാണ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള രമേശ് ചെന്നിത്തല പറയുന്നത്. മെയ് മാസങ്ങളിലും അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് അത്യുഷ്ണം ഉണ്ടാകുമെന്നുള്ളത് ആർക്കും അറിയാം. അത് എന്തുകൊണ്ടാണ് ഈ KSEB ഉദ്യോഗസ്ഥർക്കും ഈ ഊർജ്ജ വകുപ്പിനും അടക്കം മനസ്സിലാക്കാൻ കഴിയാതെ പോയത് എന്നുള്ള കാര്യം കൂടി ഒരു വിമർശനമായി പറയുന്നുണ്ട്. വൈദ്യുത ബോർഡിന്റെ അനാസ്ഥയുടെ ഒരു ഫലമായിട്ടാണ് ഇപ്പോൾ ഒരു ലോഡ് ഷെഡിംഗ് രാത്രി സമയത്ത് നടപ്പിലാക്കേണ്ടി വരുന്നത് എന്നുള്ള കാര്യം കൂടി രമേശ് ചെന്നിത്തല പറയുന്നു. അതുപോലെ തന്നെ ഒരു കാരണവശാലും ലോഡ് ഷെഡിംഗ് അനുവദിക്കാൻ കഴിയില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.